പി ഷബീറാണ് നമുക്കൊപ്പം ചേരുന്നത്, ഡിവൈഎഫ്ഐയുടെ പ്രതിനിധി. ശ്രീ ഷബീർ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ നടപ്പാക്കുന്നുണ്ട്. പല വിധത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഈ സ്കൂളുകളിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ള സുംബ. അതിനെതിരെ ഇപ്പോൾ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്ന് വ്യാപകമായ വിമർശനം ഉയർന്നു വരികയാണ്. നമ്മൾ രാവിലെ മുതൽ തന്നെ അത് ചർച്ച ചെയ്യുകയാണ്. ഈ വിഷയത്തിൽ വലിയ സമ്മർദ്ദം നേരിടുന്ന സാഹചര്യത്തിൽ ഈ സംഘടനകൾ ഉയർത്തുന്ന കൺസേൺ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവിടെ ഇപ്പോ നിങ്ങൾ ചർച്ച ചെയ്തതുപോലെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പാഠ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ പാഠ്യേതര പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി നിരവധിയായ ഇടപെടലുകളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, നിരവധിയായ ഇടപെടലുകളാണ് ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ളത്. ഇപ്പൊ ഈ സൂംബ ഡാൻസ് ഈ നിലയിൽ വിവാദപ്പെടുത്തേണ്ടുന്ന യാതൊരു ആവശ്യകതയും യഥാർത്ഥത്തിലില്ല. ഇത് വിവാദപ്പെടുത്തുന്നവർക്ക് മറ്റു ചില താല്പര്യങ്ങളുണ്ട് എന്നത് ന്യായമായും സംശയിക്കേണ്ടി വരും. കാര്യം ഇപ്പൊ ഇതിനോടകം തന്നെ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളാകെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. വലിയ രൂപത്തിൽ ആവേശകരമായി കുട്ടികളുടെ പലവിധ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താൻ ശാസ്ത്രീയമായി സാധിക്കുന്ന വിധത്തിലാണ് ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നത്. ഇപ്പോ ലഹരി വിരുദ്ധ പ്രവർത്തനം മാത്രമല്ല, വലിയ രൂപത്തിലുള്ള മാനസിക പിരിമുറുക്കാണ് നമ്മുടെ പുതുതലമുറ, പ്രത്യേകിച്ച് സ്കൂളുകളിൽ പഠിക്കുന്ന കൗമാരക്കാർ ഉൾപ്പെടെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ ഒരു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നിരവധിയായ സംഭവം മാനസികമായ പിരിമുറുക്കത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ കുട്ടികൾ എത്തിപ്പെട്ടിട്ടുണ്ട്. പുതിയ കാലത്തിൻ്റെതായിട്ടുള്ള പലവിധ പ്രയാസങ്ങളും എല്ലാത്തിലുണ്ട്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ ശാസ്ത്രീയമായി നമുക്ക് നേരിടാനോ ആകേണ്ടതുണ്ട്. ഇപ്പോ ഈ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക്, കൗമാരക്കാരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ സിലബസുകൾക്ക് പുറത്ത് ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അഭിമുഖീകരിക്കുന്നതിന് ആവശ്യമായ കരുത്ത് പകരുന്നതിന് ഉതകും തരത്തിലുള്ള ക്ലാസ് സംസ്ഥാന ഗവൺമെന്റ് ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ളത്. ഇപ്പോ ഈ സൂംബ ഡാൻസ്, ഈ ഡാൻസ് കളിക്കുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന വിധത്തിലുള്ള ഒരു വിവാദമാക്കേണ്ടുന്ന ആവശ്യകത? ആദ്യമായിട്ടാണോ കേരളത്തിൽ സ്കൂളുകളിലെ കുട്ടികളെല്ലാം ഡാൻസ് കളിക്കുന്നത്? വിവിധങ്ങളായിട്ടുള്ള കലാപ്രകടനങ്ങളിലെല്ലാം നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നില്ലേ? യൂത്ത് ഫെസ്റ്റിവൽ നമ്മുടെ സ്കൂളുകൾ നടക്കുന്നില്ലേ? പതിറ്റാണ്ടുകളായി, വർഷങ്ങളായി ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധിതമായ ഒരു പ്രവർത്തനമായിട്ടല്ലല്ലോ യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂളുകൾ നടക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇതൊക്കെ മതനിരപേക്ഷതയുടെ ഭാഗമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് നടത്തുന്ന ഒരു സെക്കുലർ ഇടപെടൽ കൂടിയാണ്. ഇത്തരത്തിലുള്ള ഷബീർ, പക്ഷേ നോക്കൂ, മുസ്ലിം സംഘടനകൾ വലിയ തരത്തിലുള്ള ആശങ്ക ഉയർത്തുകയാണ്. നമുക്കറിയാം, ഈ മുജാഹിദ് സംഘടനകളൊക്കെ അതിൽ അല്പമെങ്കിലും പുരോഗമനം കലർന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന സംഘടനകളാണ്. അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ആദ്യം എതിർപ്പ് ഉയരുന്നു. മറ്റ് മുസ്ലിം സംഘടനകൾ അത് ഏറ്റുപിടിക്കുന്നു. ഇതൊരു വെല്ലുവിളി എന്ന തരത്തിൽ വേണം ടി കെ അഷ്റഫ് എന്ന അധ്യാപകൻ കൂടിയായ വ്യക്തിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ ഇതിനെതിരെ എന്ത് നടപടി എടുത്താലും അതിന് നേരിടാൻ തയ്യാർ എന്ന നിലയിൽ അതൊരു വെല്ലുവിളിയായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വലിയ സമ്മർദ്ദം ഉയർത്താനുള്ള ഒരു നീക്കം ഒരു പക്ഷേ ഇതിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമായിരിക്കും. അതിൽ പതറാതെ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണോ എടുത്തിരിക്കുന്ന തീരുമാനം? ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച ഈ പദ്ധതി ഇത് ഏതെങ്കിലും തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയാണോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത് ഇത്ര വ്യാപകമായി നടപ്പാക്കാനുള്ള തീരുമാനം എന്നൊക്കെയുള്ളത്? അപ്പോൾ എന്ത് അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണോ എടുത്തിരിക്കുന്ന തീരുമാനം? അങ്ങനെ തന്നെ ആവുമോ നടക്കുക? ഇവിടെ ഇത് കേരളത്തിലെ പൊതുസമൂഹത്തെ ആകെ നമുക്ക് ബോധ്യപ്പെടാൻ വളരെ അനായാസം കഴിയുന്ന ഒരു പ്രശ്നമാണ്, ഒരു വിഷയമാണ്.
ഈ ഒരു പ്രശ്നം രൂപപ്പെട്ടാൽ തന്നെ ഇത് അത്തരം ഒരു ചർച്ചയ്ക്ക് എടുക്കേണ്ടുന്ന അങ്ങനെ ഒരു വിവാദപ്പെടുത്തേണ്ട ഒരു പ്രശ്നമല്ല. ശരി. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സ്കൂളുകളിൽ എല്ലാ പരിപാടികളും നടത്തുന്നത് ഈ വ്യാപകമായ എല്ലാ വിഭാഗവുമായി രക്ഷിതാക്കളുമായി എല്ലാം ആലോചിച്ചിട്ടാണോ? ഇപ്പൊ പ്രവേശനോത്സവം നടക്കുന്നുണ്ട്. ഇവിടെ നമ്മളെല്ലാം ഈ പാനലിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആങ്കർ ഉൾപ്പെടെ നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ പ്രവേശനോത്സവം ഉണ്ടോ? ഇന്ന് ഏതൊരു സ്കൂളിലും ജനകീയമായി പ്രവേശനോത്സവം നടക്കുകയാണ്. നാടാകെ ഏറ്റെടുക്കുകയാണ്. മാനസികമായ നമ്മുടെ കുട്ടികളുടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കാൻ ഒരു കക്ഷി രാഷ്ട്രീയവുമില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും അതിർവരമ്പുകളെല്ലാം മാറ്റിവെച്ച് ജനങ്ങളാകെ ഒന്നിച്ചു നിൽക്കുകയാണ്. അത് വലിയ ആലോചനകൾ നടത്തേണ്ടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രയാസം ഇതിനകത്തില്ല. ഇവർ രൂപപ്പെടുത്തുന്ന ചർച്ചയെല്ലാം തെറ്റായ നിലയിലാണ്. ഇവർ പറയുന്നത് എന്താണ്? ആണും പെണ്ണും ഇടകലർന്നിട്ടാണ്, സ്പർശനമുണ്ട്. നോക്കൂ, എത്ര വളരെ ബോധപൂർവം ഇതിനെ തകർക്കാൻ ഇവർ വേവലാതിപ്പെടുന്ന ഒരു പ്രശ്നമുണ്ട്. കുട്ടികളാകെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരോധനങ്ങൾ കൊണ്ടൊന്നും കുട്ടികൾ ഇതിന്റെ ഭാഗമായിട്ടൊന്നും വശപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ ഇന്ന് ബഹുമാന്യനായ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മിനിസ്റ്ററുടെ ഫേസ്ബുക്ക് പേജിൽ ഈ ചർച്ചയ്ക്ക് വരുന്നതിനും തൊട്ട് മുൻപ് ഒരു സ്കൂളിൽ, കാസർകോട്ടെ ഒരു സ്കൂളിൽ നടന്നിട്ടുള്ള ഈ പറയുന്ന സൂംബ ഡാൻസിന്റെ ഒരു വീഡിയോ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഈ പാനലിസ്റ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരുപക്ഷെ അത് കണ്ടിട്ടുണ്ടാവും. നോക്കൂ, ഈ പറയുന്നതെല്ലാം പച്ചക്കള്ളം. ഇതിനെതിരെ ഈ പറയുന്ന ഡാൻസിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കലകൾക്കെതിരെ നടത്തി വളരെ കൃത്യമായ ഒരു തെറ്റിദ്ധാരണ പടർത്താൻ ആവശ്യമായിട്ടുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അത്തരക്കാരെ എല്ലാ കാര്യങ്ങളെയും കേട്ട് എല്ലാ കാര്യങ്ങളെയും പരിഗണിച്ച് തന്നെയാണ് ഗവൺമെന്റ് ഏതൊരു ഘട്ടത്തിലും മുന്നോട്ട് പോകുന്നത്. ഇതിനൊന്നും ആ നിലയിൽ വിമർശിക്കുകയല്ല. പക്ഷെ സൂംബ ഡാൻസ് പോലെയുള്ള കുട്ടികളുടെ മാനസിക പിരിമുറുക്കത്തിന് വളരെ കൃത്യതയോടുകൂടി അനായാസപ്പെടുത്താൻ കഴിയുന്ന കാർഡിയാക് ഉൾപ്പെടെയുള്ള ഹെൽത്ത് ആരോഗ്യം സംബന്ധിച്ച കാര്യങ്ങൾക്ക് ഉൾപ്പെടെ ശാസ്ത്രീയമായി സൂംബ ഡാൻസിന് കഴിയുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എനിക്ക് അതിന്റെ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അപ്പൊ എല്ലാ നിലയിലും കുട്ടികൾക്ക് ഈ ഒരു ആവേശം നൽകുന്ന അല്ലെങ്കിൽ ഒരു മാനസികമായ പിരിമുറുക്കത്തിന് പരിഹാരമാകുന്ന, അത് അവരുടെ അക്കാദമിക വിഷയങ്ങൾ ഉൾപ്പെടെ നല്ല നിലയിൽ മുന്നോട്ട് നയിക്കാൻ ആരോഗ്യം പകരുന്ന ഈ ഒരു സംവിധാനത്തെ ഇല്ലാതാക്കുക എന്ന ശ്രമമൊന്നും അതൊന്നും ശരിയായ ഒരു അർത്ഥത്തിലാണ് എന്ന് ഞങ്ങൾ കാണുന്നില്ല. ഇത് നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്നില്ല എവിടെയും. ഇത് താല്പര്യമുള്ള ആളുകൾക്ക്, താല്പര്യമുള്ള കുട്ടികൾക്ക്, ഇത് താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ഇത് ചെയ്യേണ്ടതില്ല. ഇത് ആ നിലയില് നിർബന്ധപൂർവം ഇത് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ മാർക്ക് വെട്ടിക്കുറക്കും, ഇങ്ങനെയൊന്നുമല്ല. ഇത് കുട്ടികളുടെ താല്പര്യാനുസൃതമായി അവർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് താല്പര്യമില്ലാത്ത കുട്ടികൾ കേരളത്തില് കുറവായിരിക്കും. ശരി, ഞാൻ തിരിച്ചെത്താം. ശ്രീ ഷബീർ, ദയവായി തുടരുക.